രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം എന്ന് തീരുമെന്നാണ് ഇന്ന് ജനങ്ങൾക്ക് അറിയേണ്ടത്. എന്തെന്നാൽ ഒരു കിറ്റിന്റെ പുറത്ത് കിട്ടിയ സീറ്റിൽ മുഖ്യനും പരിവാരങ്ങളും ഇന്ന് അർമാദിക്കുകയാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും മുഖ്യന്റെയും മന്ത്രിമാരുടെയും ആവശ്യങ്ങൾ നല്ലപോലെ നടക്കുന്നുമുണ്ട്. കൂടാതെ കേരളത്തിലുണ്ടായ വികസനമെന്നാൽ അത് കമ്മികൾ എതിർത്തതുമായിരിക്കും. എന്നിരുന്നാലും ഇക്കൂട്ടർക്ക് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെ തങ്ങളുടേതാക്കി മാറ്റാൻ ഒരു പ്രത്യേക മിടുക്കാണ്. ഇപ്പോഴിതാ ഇതിൽ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ. ദേശീയപാതയുടെ വികസനം ഒരു കാലത്ത് മുന്നോട്ടു പോകാതെ മുടക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പറയുന്നത്. ദേശീയപാത വികസനം എന്തോ ഞങ്ങളുടെ നേട്ടമാണ്, ഞങ്ങളില്ലെങ്കിൽ ഇവിടെയൊന്നും നടക്കില്ല എന്ന് വീരവാദം മുഴക്കുന്ന അന്തം കമ്മികൾ അറിയാൻ വേണ്ടി അഖിൽ മാരാർ പറയുന്നത് ഇങ്ങനെ: ദേശീയപാതയുടെ വികസനം ഒരു കാലത്ത് മുന്നോട്ടു പോകാതെ മുടക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 30 മീറ്റർ ആക്കി നിജപ്പെടുത്തണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയപാത വികസനം സുഗമമായി നടന്നതിന്റെ കാരണം വസ്തു ഏറ്റെടുക്കാൻ ആർക്കും ഒരു തടസ്സമുണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും തുച്ഛമായ തുക മാത്രമേ വസ്തുവിന് നൽകേണ്ടിയും വന്നിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സിറ്റി ആയതുകൊണ്ട് റോഡിന്റെ ഇരുവശത്തുമുള്ള വസ്തുവിന് അക്കാലത്ത് സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരമേഖലയിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ UPA സർക്കാർ വസ്തുവിന് വില കൂട്ടി നൽകത്തക്ക വിധം ഒരു നിയമം പാസാക്കി. കേരളത്തിൽ ഇടത് സർക്കാർ വന്ന ശേഷം റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വസ്തുക്കൾ ദേശീയപാത വികസനം വന്നാൽ ചെറിയ വിലയ്ക്ക് പോകുമെന്ന് പേടിച്ച് കഴിഞ്ഞ പലരുടെ കയ്യിൽ നിന്നും ബുദ്ധിപരമായി പലരും വാങ്ങിക്കൂട്ടി. ഈ വാങ്ങിയതിൽ നല്ലൊരു പങ്കും പാർട്ടി ബിനാമികളും സർക്കാർ ബിനാമികളും ആയിരുന്നുവെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ ഭൂമി വലിയ വിലയ്ക്ക് വിൽക്കാൻ പിണറായി കണ്ട മറ്റൊരു ബുദ്ധിയാണ് കേന്ദ്രം ഇവിടെ നൽകാൻ മടിച്ച ഭൂമിയുടെ വിലയുടെ 25% തങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ യാഥാർത്ഥ്യമാക്കിയത്. ചുരുക്കത്തിൽ 5748 കോടി രൂപ കേരളം കൊടുത്തപ്പോൾ 17,244 കോടി കേന്ദ്രവും നൽകി ഭൂമി ഏറ്റെടുത്തു. ചുരുക്കത്തിൽ പാർട്ടി ബിനാമികളും സർക്കാർ ബിനാമികളും വലിയ റിയൽ എസ്റ്റേറ്റ് ലാഭം ഇതിലൂടെ കൊയ്തുവെന്നും അഖിൽ മാരാർ പറയുന്നു. ഈ വസ്തുവിന് കേന്ദ്രം നൽകിയ തുകയ്ക്ക് 1 രൂപ പോലും ടാക്സ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. പണ്ട് വസ്തു വിട്ടു തരില്ല എന്ന് പറഞ്ഞവർ ഞങ്ങളുടെ വസ്തു കൂടി എടുക്കൂ എന്ന് പറഞ്ഞുള്ള ഓട്ടം പിന്നീട് കാണാനും കഴിഞ്ഞു. തനിക്ക് നേരിൽ അറിയാവുന്ന ഒരു ഫാമിലി 10 കോടിക്ക് വിറ്റ ഭൂമിക്ക് പിന്നീട് 36 കോടി സർക്കാർ നൽകിയതായി അവർ അറിഞ്ഞു. കിഫ്ബിയിൽ നിന്നും 5700 കോടി കൊടുത്ത് സത്യത്തിൽ ഒരു വലിയ ഡീൽ ഉറപ്പിക്കൽ കൂടിയായിരുന്നു അവർ ചെയ്തത്. വിമാനത്താവളം വന്നപ്പോൾ രക്ഷപ്പെട്ട രംഗൻ ചേട്ടന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതേ രംഗൻ ചേട്ടൻ ചുളുവിലേക്ക് ഭൂമി വാങ്ങി കൂട്ടിയ ശേഷം ഭാവിയിൽ വിമാനത്താവളം കൊണ്ടുവന്നിട്ട് ഈ വസ്തു വിറ്റാലോ? അതാണ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ മുന്നിൽ വികസന നേട്ടം പറഞ്ഞ് കാശുണ്ടാക്കുന്ന ബുദ്ധിയെന്നും അഖിൽ മാരാർ പറയുന്നു. വിമാനത്താവളം അദാനിക്ക് കൊടുത്തിട്ട് വിലപറ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന നാറിയ രാഷ്ട്രീയം. അമേരിക്കയെ തള്ളി പറഞ്ഞിട്ട് മക്കളെ അവിടെ വിട്ട് തന്നെ പഠിപ്പിക്കും. അവിടെ പോയി ഇവർ ചികിത്സിക്കുകയും ചെയ്യും. ആരോഗ്യമന്ത്രിയുടെ ബാഗിന്റെ വിലയോ 29,000 രൂപ വില വരുന്ന ലക്ഷറി ബ്രാൻഡും. ഒന്നുകിൽ കമ്മ്യൂണിസം പറയണം, അല്ലെങ്കിൽ ഗജ ഫ്രോഡുകളാണെന്ന് സമ്മതിക്കണമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. കൂടാതെ BJP വർഗീയത പറയുന്നെങ്കിൽ അത് അവരുടെ ആശയമായി പരസ്യമായി പറഞ്ഞു തന്നെയാണ്. കോൺഗ്രസ് മുതലാളിത്തത്തെയും ആഗോളവൽക്കരണ നയങ്ങളെയും അനുകൂലിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവരും ചെയ്യുന്നില്ലേ എന്നൊന്നും പറഞ്ഞു വരരുതെന്നും അഖിൽ മാരാർ പറയുന്നു.